ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്കുള്ള സന്ദർശനമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിനു മുന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. വളരെ ശുഭകരമായിട്ടുള്ള വാർത്തകളാണ്. പക്ഷേ ശുഭകരമാണെങ്കിലും ചിലർക്കൊക്കെ അത് അശുഭമാണ് എന്ന് പറയാതെയും വയ്യ. നമ്മുടെ രാജ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഉള്ളത് എന്നുള്ള വാസ്തവം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ബംഗ്ലാദേശും ചൈനയും ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള ചില സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ട് എങ്കിൽ പോലും ചൈന ഇപ്പോൾ ചൈനയെ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ട്രംപിൻ്റെ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്കും വലിയ തിരിച്ചടികളുണ്ട്. ആ തിരിച്ചടികൾ നേരിടുന്നത് കൊണ്ട് തന്നെ ചൈനയ്ക്ക് അതിനെ മറികടന്നേ പറ്റൂ. ചൈനയ്ക്ക് അതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ പോലെ നടുനിവർത്തി, അതായത് നട്ടെല്ല് നിവർത്തി നിന്ന് നീ പോട മോനെ ദിനേശ എന്ന് പറയുന്ന രാജ്യത്തിനൊപ്പം നിൽക്കുക തന്നെ ചെയ്യണം. അപ്പം അത്തരത്തിലുള്ള നീക്കങ്ങൾ വേണ്ടതുകൊണ്ട് ചൈനയ്ക്ക് ഇനി ഇന്ത്യയോട് ഏറ്റുമുട്ടുക എന്നുള്ളത് അത്ര നല്ല കാര്യമായിരിക്കില്ല. മാത്രമല്ല ഏതാണ്ട് രണ്ട് രാജ്യങ്ങളും വളർച്ചയുടെ പടവുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്ഥിരത ഇല്ലാതെയാകുന്ന ഒരു അവസരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് രണ്ട് രാജ്യങ്ങളെയും സംബന്ധിച്ച്, അതായത് ഇന്ത്യയെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് തകർന്നിരിക്കുകയാണ് ഇന്ത്യ ചൈന ബന്ധം. അത് വീണ്ടും ഊഷ്മളമാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള യൂറിയയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളൊക്കെ ചൈന ഇപ്പോൾ ലഘൂകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. മാത്രമല്ല റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും നേരെ വാളോങ്ങി നിൽക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് രണ്ട് രാജ്യങ്ങളും അടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ട്രംപിന് കിളിപോയ ട്രംപ് എന്നൊക്കെ പറയുമ്പോഴും ട്രംപിൻ്റെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വിഷയങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയും രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുമാണ് സത്യത്തിൽ ട്രംപ് തുറന്നിട്ട് തന്നത്. അതിന് ട്രംപ് ചൈന നമ്മളൊരു ഷേക്ക് ഹാൻഡ് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ട്രംപ് ഇതുവരെ നമുക്ക് ഏർപ്പെടുത്തിയില്ല. ഇനി ട്രംപ് അല്ല, അമേരിക്ക ഇതുവരെയും ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഇന്ത്യ വിജയിച്ചു പോകുന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു കാര്യം വരുമ്പോൾ ചൈന മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു വിപണി കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 146 കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത്. ഇത്രയും വലിയൊരു വിപണി വേറെ എവിടെ കിട്ടും? ആ ഒരു വിപണി എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കാണ് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള കയറ്റുമതി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇറക്കുമതിയേക്കാൾ വളരെ കുറഞ്ഞതായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് നമ്മുടെ പ്രോഡക്ട്സ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്ത് തന്നെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ആവോളം വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് നമുക്ക് മറ്റൊരു ഭാഗത്ത് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. ചൈനയിലും ജനസംഖ്യ കൂടുതലാണ്. അപ്പോൾ ചൈനയും വലിയൊരു വിപണിയാണ്. ഈ രണ്ട് വലിയ വിപണികളെ തട്ടി മാറ്റിക്കൊണ്ടാണ് ട്രംപ് ഈ സാഹസം മുഴുവനും കാണിക്കുന്നത്. അപ്പോഴാണ് ഈ രണ്ട് വലിയ രാജ്യങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ഒരുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതുവരെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, നമ്പാൻ കൊള്ളാത്ത രാജ്യം, ഇതുവരെ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഓരോരോ ഉപരോധം നമ്മൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം നമ്മുടെ നല്ലതിനേ വന്നിട്ടുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഒരാളെ കുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്കുള്ള ഒരു കുഴി വെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുവഴി അയാൾക്കൊരു കയറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ കുഴി വെട്ടിയവന് സത്യം പറഞ്ഞാൽ നെഞ്ചുവേദന എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ നെഞ്ചുവേദന ഇപ്പോൾ ട്രംപിന് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ 2024-25 സാമ്പത്തിക വർഷം 57 ലക്ഷം ടൺ യൂറിയയാണ് ഇറക്കുമതി ചെയ്തത്. തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷത്തേക്കാൾ 20% കുറവാണ് ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ളത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി കുറഞ്ഞതാണ് ഇതിൻ്റെ പ്രധാന കാരണം. 2023-24 18.7 ലക്ഷം ടൺ യൂറിയയാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. എന്നാൽ
2024-25 സാമ്പത്തിക വർഷത്തിൽ അത് 1,00,000 ടൺ യൂറിയായി കുറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ചൈന ഇതിന്റെ ഇറക്കുമതിയിൽ ലഘൂകരണമൊക്കെ കൊണ്ടുവരുന്നത്. ചൈനീസ് പൗരന്മാർക്ക് വിനോദസഞ്ചാരത്തിനായുള്ള വിസ അനുവദിക്കുന്നതിൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അടുത്തിടെ ഇന്ത്യയും നീക്കിയിരുന്നു. അതായത് ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് നമ്മളിവിടെ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചൈനയിലേക്ക് വിമാന സർവീസുകൾ വീണ്ടും തുടങ്ങാനായിട്ട് വ്യോമയാന കമ്പനികൾക്ക് നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. കോവിഡ് കാലത്താണ് നമ്മൾ ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള നേരിട്ടുള്ള വ്യോമ ഗതാഗതം നമ്മൾ നിർത്തിവെക്കുന്നത്. പിന്നാലെ 2020 ഗാൽവാൻ സംഘർഷവും തുടർന്നുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ തകർച്ചയുമൊക്കെ ഇത് രണ്ടാമത് തുടങ്ങാനുള്ള ഒരു സാഹചര്യങ്ങൾക്ക് എന്താ പറയുക വിഘാതം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഓഗസ്റ്റ് 31 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ട്. ഉച്ചകോടിക്കൂടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. അതിനുള്ള സാധ്യതകൾ ഏറെയാണ്. കാരണം ഇതിലേക്ക് വിളിച്ചത് ഷീ ജിൻപിങ് നേരിട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ ഷീ ജിൻപിങ് നേരിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമേറുകയും ചെയ്യും. പല മഞ്ഞുരുക്കങ്ങളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മഞ്ഞുരുകലുകൾ എന്ന് പറയുന്നത് അമേരിക്കയുടെ നെഞ്ചത്തുള്ള ആണിയടി കൂടിയായിരിക്കും എന്നുള്ളത് ഉറപ്പുമാണ്. ഗാൽവാൻ സംഘർഷത്തിന് ശേഷം 2024 ഒക്ടോബറിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ അതേ സ്ഥിതിയിലേക്ക് സൈന്യത്തെ പിൻവലിക്കാനാണ് രണ്ടു രാജ്യങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തുള്ള പല പ്രതിപക്ഷം എന്ന് പറയുന്ന തലയ്ക്ക് യാതൊരു വെളിവുമില്ലാത്ത പക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗാൽവാൻ സംഘർഷം കണ്ടില്ലേ, അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നടക്കുന്ന നയതന്ത്ര ബന്ധങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്, അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം എന്തെല്ലാം പരിഹരിക്കപ്പെടുന്നുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാതെ ചില കാര്യങ്ങൾ മാത്രം മുന്നിലേക്ക് ഒരു കൊളുത്ത് പോലെ ഇട്ടുകൊണ്ട് ജനങ്ങളിൽ പലതരത്തിലുള്ള സംശയങ്ങളും എന്താ പറയുക അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടായി രാജ്യത്തൊരു അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമം ചില ആളുകൾ ചേർന്നുകൊണ്ട് മനഃപൂർവ്വമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നതാണ് ഈ ഗാൽവാൻ സംഘർഷം എന്ന് പറയുന്നത്. ചൈന നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ ഒക്കെ പിടിച്ചെടുത്തു എന്നുള്ള ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പൊ ഇതെല്ലാം പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഒരു പ്രശ്നത്തിന് നിൽക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ സംസ്കാരമല്ല. പലരുടെ അച്ചാരം വാങ്ങി ഭാരതത്തിനെതിരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടക്കാതെ വരുമായിരിക്കും. അപ്പൊ അത്തരത്തിലാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള 50% ചുങ്കത്തിന് പിറകെ ചൈനയുടെ മെല്ലപ്പോക്ക് കൂടി ഇപ്പോൾ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ബാധിക്കുക എന്ന് പറയുമ്പോൾ ചൈനയും വലിയ പ്രതിസന്ധിയിലാണ്. അത് മനസ്സിലാക്കായികയല്ല, മനസ്സിലായില്ല എന്നുള്ളത് നടിക്കുകയാണ്. നമുക്ക് ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ നമ്മൾ മറികടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറികടക്കാൻ ശ്രമിക്കുന്നത് പോലെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിനും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലെ കൂടെ അവർ കടന്നു പോവുകയാണ്. അപ്പോൾ അവർക്കും ചില കാര്യങ്ങളിൽ ഒരു പിടുത്തം വരും. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാനായിട്ട്. അല്ലാതെ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഊതിപ്പെരുപ്പിച്ച് കാണിക്കുക, എന്നിട്ട് അതായത് ഒരു 10ഓളം കാര്യങ്ങൾ ഇവിടെ നടപ്പാകുന്നുണ്ടാവും, ഒരു കാര്യം നടപ്പായില്ല, ഈ ഒരു കാര്യത്തെ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുക, ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ട്രംപിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം ഊഷ്മളമാകുന്നതിലൂടെ കിട്ടും. ഇനി അതിലേക്ക് ഉറപ്പായിട്ടും റഷ്യ ഉണ്ടാകും. ആ ഒരു സഖ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിത്തറ തകരുക തന്നെ ചെയ്യും.